വെള്ളിവില ഇങ്ങനെ കുതിച്ചു വരുന്നത്? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഡിമാൻഡ്, അതായത് ആവശ്യക്കാർ കൂടുന്നു. നമ്മുടെ ഉത്സവ സീസണുകൾ തന്നെ ഒരു പ്രധാന കാരണമാണ്. ദീപാവലി, ധൻതെരസ് സമയങ്ങളൊക്കെ സ്വർണവും വെള്ളിയും വാങ്ങുന്നത് ഒരു ഐശ്വര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഇത് ഇന്ത്യയിൽ വെള്ളിയുടെ ഡിമാൻഡ് കൂട്ടി. പക്ഷെ അതിനേക്കാൾ വലിയ കാരണം വരുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. വ്യാവസായിക ആവശ്യം. സോളാർ പാനലുകൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെള്ളിയാണ്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഡസ്ട്രിയിലും വെള്ളിയുടെ ഉപയോഗം വൻതോതിൽ കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം സപ്ലൈയുടെ കുറവ്. അതായത് ഡിമാൻഡ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുമ്പോൾ സപ്ലൈ അത്ര വേഗത്തിൽ എത്തുന്നില്ല. പല രാജ്യങ്ങളിലും ഖനനവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും കാരണം വെള്ളി കുഴിച്ചെടുക്കുന്നത് കുറഞ്ഞു. രസകരമായ മറ്റൊരു കാര്യമുണ്ട്. വെള്ളിക്ക് വേണ്ടി മാത്രമല്ല ഖനനം നടക്കുന്നത്. ചെമ്പ്, സിങ്ക് പോലുള്ള മറ്റു ലോഹങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ ഒരു ഉപോൽപ്പന്നമായിട്ടാണ് വെള്ളിയും കിട്ടുന്നത്. അപ്പോൾ ചെമ്പിന്റെയൊക്കെ ഖനനം കൂടിയാൽ മാത്രമേ വെള്ളിയുടെ സപ്ലൈയും കൂടുകയുള്ളൂ. ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വലിയ അന്തരം കാരണമാണ് വില ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ അടുത്ത പ്രധാന ചോദ്യം, ഈ കൂടിയ വിലയ്ക്ക് വെള്ളി വാങ്ങുന്നത് നല്ലതാണോ? വിദഗ്ധർ പറയുന്നത് വില റെക്കോർഡ് ഉയരത്തിലായതുകൊണ്ട് കണ്ണുമടച്ച് വലിയ തുകയ്ക്ക് ഇപ്പോൾ വെള്ളി വാങ്ങുന്നത് അത്ര ബുദ്ധിയല്ല എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ചെറിയ കാലത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എന്നാൽ ദീർഘകാലത്തേക്ക്, അതായത് ഒരുപാട് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളി ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. സ്വർണത്തെക്കാൾ വേഗത്തിൽ ഭാവിയിൽ വില കൂടാൻ സാധ്യതയുണ്ടെന്നും പല വിദഗ്ധരും പറയുന്നു. അവരുടെ ഉപദേശം ഇതാണ്: വിലയിൽ എന്തെങ്കിലും ഇടിവ് വരുമ്പോൾ കുറേശ്ശെയായി വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി വെള്ളിയിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് നോക്കാം. പ്രധാനമായും 3 വഴികളുണ്ട്. ഫിസിക്കൽ സിൽവർ, ഏറ്റവും സിമ്പിൾ ആയ വഴി. കടയിൽ പോയി വെള്ളി നാണയങ്ങളായോ കട്ടികളായോ ആഭരണങ്ങളായോ വാങ്ങുക. പക്ഷേ ഇവിടെ മോഷണം പോകാനുള്ള സാധ്യതയും ശുദ്ധതയെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. അതിനാൽ എപ്പോഴും BIS ഹോൾമാർക്കുള്ള വെള്ളി തന്നെ വിശ്വസ്തരായ ജ്വല്ലറിയിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വാങ്ങാൻ ശ്രമിക്കുക. സിൽവർ ETF, ഇതൊരു ഫണ്ടാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകൾ വാങ്ങുന്നത് പോലെ വെള്ളിയുടെ വിലയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണിത്. ഇത് വാങ്ങാൻ ഒരു ഡിമാൻഡ് അക്കൗണ്ട് വേണം. കള്ളൻ കൊണ്ടുപോകുമെന്ന പേടി വേണ്ട. ശുദ്ധതയെക്കുറിച്ച് ടെൻഷനും വേണ്ട. വളരെ എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കും. സിൽവർ ഫ്യൂച്ചേഴ്സ്, ഇതൊരു ട്രേഡിംഗ് രീതിയാണ്. സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഭാവിയിലെ ഒരു ഡേറ്റിൽ ഒരു നിശ്ചിത വിലയ്ക്ക് വെള്ളി വാങ്ങണമെന്നോ വിൽക്കാമെന്നോ ഉള്ള ഒരു കരാറാണിത്. ഇതിൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ളതുപോലെ തന്നെ വലിയ നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായി അറിയുന്നവർ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വ്യാവസായിക ആവശ്യകത കൂടുകയും സപ്ലൈ കുറഞ്ഞതുമാണ് വെള്ളിവില കൂടാൻ കാരണം. ദീർഘകാല നിക്ഷേപമായി ഇതിനെ കാണാമെങ്കിലും ഒറ്റയടിക്ക് വലിയ തുക മുടക്കുന്നത് സൂക്ഷിച്ചു വേണം.